എന്തുവാ ഇങ്ങനെ നോക്കുന്നേ? അല്ല അത് അതെ, ഈ പോർട്ടുഗീസ് സായിപ്പന്മാരുടെ വരെ ശവക്കല്ലറകളുള്ള പഴയ സിമിത്തേരിയ. പിന്നെ പള്ളിയിൽ കുർബാന മുടങ്ങിയതോടെ സെമിത്തേരിയിലും അടക്കമില്ലാണ്ടായി. കുന്നിനപ്പുറത്തെ തെക്കന്മാരുടെ പള്ളിയിലെ ഇപ്പൊ മിന്നുകെട്ടും അടക്കവും മാമോദിസയും എല്ലാം. ഇവിടുന്ന് ഒരു 10-17 കിലോമീറ്റർ പോണം. പ്രായമായവർക്കൊക്കെ ഭയങ്കര പാടാന്നേ. അവരൊക്കെ പള്ളി പോക്ക് എന്നെ അങ്ങ് നിർത്തി. പള്ളി തുറക്കാത്തോണ്ട് ഇവിടത്തെ വിശ്വാസികൾ അങ്ങ് വരയുവന്നേ. എന്റെ കർത്താവേ, എന്തോ പറയാനാണെന്ന് പറ. ഇനിയിപ്പോ എല്ലാം ശരിയാകുമല്ലോ. സിമിത്തേരി ഉടനെ വൃത്തിയാക്കിച്ചൊള്ളാം. ആർക്കാണോ നിങ്ങളുടെ കൈ കൊണ്ട് ശവം അടക്കാനുള്ള ഭാഗ്യം ആദ്യം കിട്ടുന്നത്? കപ്പിയാർക്ക് ഇപ്പൊ എത്ര വയസ്സായി? എനിക്കൊരു 60-60. അല്ല എന്നാ പിന്നെ ഈ ശവടക്കുന്നതിന് മുമ്പ്, അല്ല ഈ വിശപ്പടക്കുന്നതിന് മുമ്പ് ഒന്ന് കുളിച്ചാലോ? ആയിക്കോട്ടെ. Hello. Sir, Vetrimaran here, sir. I am here at RPF station Kondalpalayam. Sir, ஒரு எஸ்ஐ 2 கான்ஸ்டபிள் அடிபட்டிருக்கு. அவங்கள ஹாஸ்பிடலுக்கு மாத்தியாச்சு. அது இல்ல சார், we are expecting RPF personnel on duty. And sir, no excuses. I will take full responsibility. அந்த 3 பேரை ஒப்படைக்கிறது ஏன் பொறுப்பு சார். சார், ஜெய் ஹிந்த் சார். അങ്ങ് കൊടുക്ക്. വരട്ടെ. ആക്രാന്തം വേണ്ട, കട്ട് ചെയ്ത് തരാം. കുഴപ്പമില്ല, മതി. കേരളത്തിൽ ജനിച്ചു വളർന്ന നല്ല മലയാളി കോഴിയാ. ഈ വർഗീസേ, നീ ഇതൊന്നും ആഗ്രഹിക്കണ്ട. അണ്ടേ തൂങ്ങി കിടക്കണ അതുകൂടെ അങ്ങ് കടിച്ചാട്ടെ. ഈ നാട്ടിൽ പട്ടിണിയുടെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ, അത് അവരായിട്ടങ്ങ് തീർത്തു തരും. ഏതൈ തണ്ടി നമ്മളെ തന്നെ നമുക്ക് ഒലിപ്പിച്ചിട്ടുണ്ടല്ലോ. അവനെ നാട്ടിലെ ഉപദേശിയ. ഈ ശല്യത്തിന് സെമിനാരി ഇന്ന് പുറത്താക്കിയതാ. ഇപ്പൊ സ്വന്തമായിട്ട് പള്ളി പണിയാൻ നടക്കുക. നീ എന്താടി നോക്കി വെക്കണേ? പോയി മോളെ വിളിച്ചോണ്ട് വാ. റോമിന്നാണ് അപ്പച്ചൻ പറയുന്നേ. 2 അച്ഛന്മാരുണ്ട്. ഹലോ ഹലോ, എന്താ? ഓ, ഞാനൊന്നും കാണാൻ പോകുന്നില്ല. അല്ല, ചേച്ചി എന്നാ വരുന്നേ? ഹലോ ഹലോ. ഷോ, ഈ തൊല്ലിപ്പുള്ളി റേഞ്ച്. എന്താ നീ വന്ന അച്ഛന്മാരെ കണ്ട് സ്തുതി പറഞ്ഞേ. എനിക്കൊന്നും കാണണ്ട അച്ഛന്മാരും പൂജാരിമാരും ഒന്നും. ദൈവദോഷം പറയാതിരി കൊച്ചേ, ഇങ്ങോട്ട് വന്നേ. ആഹാരം കാണാതെ കിടന്നോ? ഇവര് ശരിക്കും അത്ഭുതം കാണിക്കുന്ന അച്ഛന്മാരാണോ? പിന്നെ കണ്ടില്ലേ, ഇത് തന്നെ അത്ഭുതം. എനിക്ക് ആകെ 2 പെമ്മക്കളാ. ഇവളെ ഇളയവളാ റീന, മൂത്തവളങ്ങ് പുറത്താ. അയ്യോ, എന്തു പറ്റി? അവൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുവാ. അടുത്ത ആഴ്ചക്ക് വരും. ആയിക്കോട്ടെ. കൈ കൂപ്പിയുണ്ട്. എന്റെ അച്ഛോ, ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഭയങ്കര സ്റ്റൈലാ. നല്ല പുളി. ഇവിടെ വീടുകളിൽ കേക്കും പലഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നോളാ. ഗ്രേസി എന്നാ പേര്. എന്റെ ഒരു അകന്ന ബന്ധുവാ. ഇവളുടെ മോനാ. ഇവളുടെ കെട്ടിയവൻ പട്ടാളത്തിലായിരുന്നു. ഓഹോ. രാജ്യത്തിനു വേണ്ടി സ്വന്തം ജീവൻ ബലി കൊടുത്തു. അടിപൊളി. എന്താ? സ്വീറ്റ്സ്. തീറ്റ കണ്ടാ തോന്നുന്നു ഇമാർ റോമി പട്ടിണിയായിരുന്നെന്ന്. അല്ല അച്ഛന്മാരെ, അവിടെ നിങ്ങൾക്ക് എന്തൊക്കെയാ ഭക്ഷണ രീതികൾ? അവിടെ ഉണക്ക ചപ്പാത്തിയും കഞ്ഞിയും. ഉണക്ക ചപ്പാത്തിയും കഞ്ഞിയും റോമിലോ? ചപ്പാത്തി എന്ന് പറഞ്ഞാൽ അവിടുത്തെ പിസയാ. പിസ അത് ഇയാളുടെ പണി. ദിസ് ഈസ് പിസ. അല്ലച്ച, ഞാൻ എടാ പന്ന ഒന്നും ഉണ്ടായിരുന്നില്ല, ചുമ്മാ. എടാ, നമ്മുടെ നാടൻ കണ്ണാരച്ചക്ക, ലഡു, ജിലേബി ഇതൊക്കെ റോമിൽ കിട്ടുവോ? അച്ഛന്മാര് കഴിച്ചാട്ടെ. ഇത്ര കാലായിക്കാണ് ഇതിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് അറിഞ്ഞത്. അല്ലേ അച്ഛൻ? സംശയം തുടങ്ങി. ഇനിയും വല്ലതും വേണം പറ. ഒരു നമ്പർ ഇറക്കിയാലോ?
ആഗ്രഹങ്ങൾ, ആശാപാശങ്ങൾ അവ കുറയ്ക്കണം എൽസമ്മേ. ആഗ്രഹങ്ങളുടെ പ്രതീകമാണല്ലോ ഈ ആപ്പിൾ. അതാണല്ലോ അച്ഛനെടുത്തത്. തൊമ്മിച്ചായ, അച്ഛൻ കലക്കി. ഇങ്ങ് വരൂ. ചെല്ലുമോളെ. വിശ്വാസം അത് എല്ലാമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതും വേണം ജീവിതത്തിൽ. എന്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നു. സോറി ഫാദർ. ഗോഡ് ബ്ലെസ് യു മൈ ചൈൽഡ്. ഗോഡ് ബ്ലെസ് യു. ഗബ്രിയേൽ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ അത്ഭുത പ്രവർത്തനങ്ങളിൽ പ്രാവണ്യമുള്ളവരാണ് നിങ്ങൾ. എല്ലാം ഈ ഗബ്രിയേൽ അച്ഛന്റെ അനുഗ്രഹം. എന്തൊരു എളിമ, എന്തൊരു വിനയം. ശരിയാ ശരിയാ. നീ ശരിക്കും റോമിൽ നിന്ന് അച്ഛനാണോ? ഞാനും ഒരു ദൈവദൂതനൊക്കെയാ. എന്നെ കൂടെ അനുഗ്രഹിച്ചാലും. ആ, ഇനി അതിന്റെ കുറവേ ഉള്ളൂ. ഗോഡ് ബ്ലെസ്. അയ്യോ, എല്ലും കഷണം. ഇതെന്താ എല്ലും കഷണം? എനിക്കെന്താ ഓറഞ്ചും ആപ്പിളും ഒന്നും വരുത്തി. നിന്റെ കയ്യിൽ ഇതെങ്കിലും കിട്ടിയല്ലോടാ ഗീവറീസേ, ഇനി നിന്റെ അരമുറി സുവിശേഷം ഒന്നും ഇവിടെ ആർക്കും വേണ്ട. റോമിന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ഒന്നാന്തരം 916 അച്ഛന്മാർ ഇവിടെ ഉണ്ട്. അച്ഛന്മാരെ വാ, നമുക്ക് കവലയിലേക്ക് പോവാം. വാന്നേ. അടിപൊളി. ഞാൻ കൊടുക്കാന്നേ. അച്ഛോ, എന്നാ കരിക്ക് കുടിച്ചാട്ടെ. ഇത് മാത്തുക്കുട്ടി ഫാഷൻസ്. ഇത് ഇവന്റെ കടയാ. റോമിൽ നിങ്ങളുടെ സാധനം വരുന്നേടം വരെ എന്തൊക്കെ വേണമെന്ന് പറഞ്ഞാൽ മതി, ഇവൻ പള്ളി പേടെ എത്തിച്ചോളും. എന്റെ വിസിറ്റിംഗ് കാർഡ്. നാട്ടിൽ അറിയപ്പെടുന്ന ഒരു അല്പനാണല്ലേ? അങ്ങനെയൊന്നുമില്ല, ഇതെന്റെ കടയാ. നിന്റെ തന്നെ വെച്ചോ. താങ്ക്സ്. നിങ്ങള് റോമിൽ പോയിട്ട് എത്ര കാലമായി? റോമിൽ ഞങ്ങള് പോവും പുറത്തിറങ്ങും. ലാസ്റ്റ് ഇറങ്ങിയിട്ട് ഒരു 3 വർഷമായി. നീ വന്നിട്ട് 3 മാസമായിട്ടുള്ളൂ അല്ലേ? പുറത്തിറങ്ങൂ? ഐ മീൻ ഈ നാട്ടില് വരുമല്ലോ. ആട്ടെ, എപ്പ തിരിച്ചു പോകും? അങ്ങനെയൊന്നുമില്ല, ഇവിടുത്തെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും. എന്ന് വെച്ചാ വെഞ്ചരിപ്പും ഇവിടുത്തെ ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പോകും എന്നാണ് ഉദ്ദേശിച്ചത് അല്ലെ ഫാദർ? പേരറിയത്തില്ലേ? അയ്യോ, ഇതിനിടെ ചോദിക്കാൻ വിട്ടുപോയി. വല്യച്ഛന്റെ പേര് ഷിബു. ഫാദർ ഷിബു? ഷിബു അല്ല, സെബു. ഫാദർ സെബാസ്റ്റ്യൻ. വല്ലാണ്ട് സ്നേഹം കൂടുമ്പോൾ സെബു എന്ന് വിളിക്കും. കൊച്ചച്ഛന്റെ പേരെന്താണ്? ഫാദർ പോൾ. ഓ, സെബാസ്റ്റ്യൻ പോൾ. അപ്പൊ നിങ്ങൾ എറണാകുളംകാരാ? മനസ്സിലായി. അങ്ങനെ തന്നെ വേണോ? അപ്പം വട്ടപ്പേര്? വട്ടപ്പേരോ? ആ, അതെന്തുവാ? അല്ല, ഈ അച്ഛന്മാരുടെ പേരിന്റെ അറ്റത്ത് ഒരു ആല് കാണൂല. പാലും തുമ്പൊന്നുമില്ല. മിസ്റ്റർ തോമിച്ചൻ, എന്തോ ഒരുപാട് നേരമായി ചൊറിയുന്നു. എവിടെയാച്ചോ? ഇയാള് ഞങ്ങളെ അപമാനിക്കാൻ ശ്രമിക്കുന്നുവെന്ന്. ക്ഷമിക്കണേ. ഫാദർ ഗബ്രിയലിന് കൊടുത്ത വാക്കിന്റെ പുറത്താണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഞങ്ങൾ റോമിലേക്ക് തന്നെ തിരിച്ചു പോയേക്കാം. ഫാദർ സെബു, ഇത് ഫാദർ സെബു. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത കാര്യത്തിലായിരുന്നു. ഇവനെ കൊണ്ട് വലിയ നീ ഇനി അടിയുള്ളൂ. എന്റെ അച്ഛ ബൈബിൾ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ ആള് കള്ളനാ, ഒരു പണി എടുക്കുകയില്ല. അച്ഛന്മാര് വന്നാട്ടെ, വെച്ചോളൂ. അതാ ഭാഷ രാവിലെ സെന്റും പൂശി ഇറങ്ങിയതല്ലേ? ഈശ്വര, ഷോ തുടങ്ങി കാണുമെന്തോ. ഒറ്റയ്ക്ക് കേട്ട് സൂക്കാണല്ലോ. കുറെ നേരമായോ? ഇപ്പൊ തുടങ്ങിയുള്ളൂ. അപ്പോഴേക്കും വേർത്തോ? ആദ്യ ഭാവം തന്നെ താങ്ങാൻ പറ്റില്ലയോ എന്റെ ഭഗവാനെ. അതെ, തുടക്കം മുതൽ ഒന്നുകൂടെ പറയാൻ പറ. വേണോ? മൊത്തം സ്റ്റാർട്ടിങ് മുതൽ. Once more.
വെച്ച വേർത്ത് കുളിച്ച്? അത് വളരെ ചൂടുള്ള ഒരു കുമ്പസാരായിരുന്നു. ചൂടുള്ള കുമ്പസാരോ? റിയലി ഹോട്ട്. ഈ പള്ളിയോടൊന്നും തന്നെ AC ആക്കേണ്ടി വരും. പോട്ടെ, ഇച്ചിരി പണിയുണ്ട്. എനിക്ക് ഇത്രയും മതി. മതിയോ? തൽക്കാലത്തേക്ക് കുറഞ്ഞു പോയാ അതേച്ചോ, ഇതും കൂടി ഒന്നിരിക്കട്ടെ. എന്താ ഇത്? റോമിലേക്കുള്ള യാത്രയിൽ ഉപകരിക്കും. വിസിറ്റിംഗ് വിസയാണോ? അല്ല, വിസിറ്റിംഗ് കാർഡാ എന്റെ. ശരി പാപ്പുവ. ഇയാളുടെ കടയിൽ തുണിയേക്കാളും കൂടുതൽ വിസിറ്റിംഗ് കാർഡാന്ന് തോന്നുന്നു. ഹലോ, ഗുഡ് മോർണിംഗ്. ഒന്നല്ല വനമാല. മൈ ഡിയർ ടൂറിസ്റ്റ്. മലയാളത്തിൽ പറടാ. അല്ല, ഈ അയ്യനാർ പള്ളി തുറക്കാൻ വന്ന അച്ഛന്മാരെ ഇവിടെ കാണാൻ കണ്ടോ? ആക്കിയതാ? അല്ല, ഈ വേഷം കണ്ടിട്ട് ചോദിച്ചു പോയതാണേ. മാപ്പാക്കണം. അതോ ഇതിനടിയിലാണോ ലോഹ ഇട്ടിരിക്കുന്നത്? എന്താ നിനക്ക് കാണണോ? ഒറ്റ തേമ്പും കേട്ടല്ലോ. എന്റെ വേഷം കണ്ട് കുറയും. വേഷം കിട്ടുന്ന ആരാന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. അപ്പൊ അച്ഛന്മാര് ഡ്രസ് എടുക്കാൻ വന്നാണല്ലേ? ഞാൻ വിചാരിച്ചു മാത്തുക്കുട്ടിയുടെ അമ്മയുടെ ദീനത്തെ പറ്റി സംസാരിക്കുകയാണെന്ന്. അയ്യോ ശരിയാ, ഞാനത് ഓർത്തില്ല. ഞാൻ എന്തൊരു മണ്ടനാ. എന്താ മാത്തുക്കുട്ടി ഇത്? ഇത്രയും അത്ഭുതങ്ങൾ ചെയ്യുന്നവർക്ക് ഇത് നിസ്സാര കേസ് കിട്ടല്ലേ? കയ്യോടെ കൂട്ടിക്കൊണ്ട് ചെല്ല്. അച്ഛന്മാർ ഒന്നെന്റെ വീട്ടിൽ കയറണം. അച്ഛന്മാർ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ ദീനവും മാറും, ഉറപ്പാ. ഞാനിത് വരുന്നു. മോനിച്ചോ, എന്തോ കട അടച്ചോ? അല്ല, ഈ ദീനം എന്ന് പറയുമ്പോ നിങ്ങൾ വിചാരിച്ച മാറുന്ന കേസ് കെട്ടേ ഉള്ളന്നേ. വന്നാൽ ദീനവും മാറ്റി വിശപ്പം മാറ്റി പോവാം. അവന്റെ ഒരു ലുക്ക് വെച്ചിട്ട് അവന്റെ അമ്മയ്ക്ക് പൈൽസ് ആവാനാ ചാൻസ്. ആ ഏരിയയിൽ ഞാൻ എന്ത് അത്ഭുതം പ്രവർത്തിക്കാനാ? എന്തായാലും ആപ്പിളിലും മുന്തിരിയിലും നിൽക്കില്ല. ഉറപ്പാ? ഉറപ്പാ. ശബ്ദമല്ലേ ഇത്? തന്നോടാ ചോദിച്ചേ. നീ ആരുണ്ടാ ചോദിക്കാൻ? ഞാനിവന്റെ കൂട്ടുകാരനാ. കൂട്ടുകാരനാണ്. പിന്നെ താഴേക്കല്ല മേപ്പട്ടേക്കാണ് അയക്കേണ്ടത്. അങ്ങനത്തെ തോന്നിവസാണ് പന്നിയിലിരിക്കണത്. ഇവൻ എന്തൊട്ട് തോന്നിവാസം കാണിച്ചു പറഞ്ഞു കൊടുക്കണം നീ. അത് ശരി. ഇതൊന്ന് വെള്ളരിക്കപ്പെടണോ? ഒരു കുഞ്ഞു ഫോട്ടോ എടുത്താണോ ഇവൻ കാണിച്ച ഇത്ര വലിയ തോന്നിവാസം? എടോ, വനിതാ കണ്ടിട്ട് ഫോട്ടോ എടുത്ത് അടിച്ചുപറ്റ നട്ടും ഫോട്ടോകൾക്കാണ് വേണ്ടത്. ഈ കൊച്ചിനെ കണ്ട നമ്മുടെ ജമാലിന്റെ കൊച്ചാപ്പാട്ടെ വീട്ടിൽ പഠിക്കുന്ന കൊച്ചിനെ പോലെ ഇല്ലേ? അത് തന്നെയാണെന്ന് അറിയാൻ പിന്നെ കാണിക്കാൻ വേണ്ടി ഞാൻ ഫോട്ടോ എടുത്തത്. എന്താ ചേട്ടാ ഇത്? ഒന്ന് ആള് മാറി ഫോട്ടോ എടുത്തതിനാണോ ഈ പാവത്തിന് ഇങ്ങനെ ചവിട്ടിക്കൂട്ടിയത്? സ്ത്രീകളെ ഡ്രസ് മാറുമ്പോഴാണ്ടാ ഫോട്ടോ എടുക്കുന്നത്. ആന്റപ്പനല്ല, അവന്റെ അപ്പനെയാണ് വിളിക്കുന്നത്. ഞാൻ ഫോട്ടോ എടുത്തപ്പോ ആ പെണ്ണ ഡ്രസ് വരികയെ ഞാൻ എന്ത് ചെയ്യാനാ? ഒരുത്തക്കേട് കാണിച്ചിട്ട് ന്യായം പറഞ്ഞു. നീ പറഞ്ഞല്ലോ എവിടെയാ ന്യായം? അല്ല ചേട്ടാ, എന്താണ്? അവൻ അറിയാതെ പറ്റിപ്പോയതല്ലേ? ഇപ്രാവശ്യത്തേക്ക് ഒന്ന് മാപ്പാക്ക്. ഞാൻ കാലത്ത് പിടിക്കരുത്. നീ മേലെ ഈ ശവത്തിന്റെ മുമ്പത്തെ ചവിട്ടി കൂട്ടി ഞാൻ. ഇല്ല, അവന് ഏരിയയിലേ കാണില്ല. അക്കാര്യം ഞാൻ ഏറ്റു. ഓ ശരി. കൊല്ലും ഞാൻ. ഹലോ, എവിടെയാണ് അവള്? ഷീല വിട്ടളയത് ചെറിയ ചെക്കനാണ്. ഞാനല്ലേ പറയണത്. ഓ എന്താണ് അവിടെ കൂട്ടം കൂടി നിൽക്കണത്? പോയിട്ടാ പോടാ പോടാ. എന്താണ് ഇവിടെ അയ്യപ്പ പളക്കാണ്? എത്ര ചേട്ടാ? 4. അങ്ങനെ അങ്ങോട്ട് പോയാലോ? വന്നോണ്ടേയിരിക്കണം. നമസ്കാരം ചേട്ടാ. നീ എടുത്ത ഫോട്ടോ കൊണ്ട് കാണിക്കും. അത് കിട്ടില്ലേടാ. കാണിക്കണത് സത്യമായിട്ട് കിട്ടില്ല. അപ്പോഴേക്കാ പെണ്ണ വെച്ച് വെച്ചില്ലേ? പിന്നെ എന്തിനാണ് തൂയിക്കൊണ്ടിരുന്നത് മനുഷ്യനെ കുതിപ്പിക്കാനായിട്ട്? ഇത് നമ്മുടെ ആളാട്ടാ. ഒരു അവസരം കൊടുത്ത സൂപ്പർ. എന്താ പ്രശ്നം? ഒന്നുമില്ലാന്ന് വെറുതെ. അയ്യോ, ചേട്ടനാണോ ഈ സുഗു ഡ്രൈവർ? ആണെങ്കിൽ ഞാൻ പുതുതായിട്ട് ചാർജ് എടുക്കാൻ വന്ന കണ്ടക്ടറാ. കണ്ടക്ടറാണ്? ഏത് റൂട്ടാണ്? ഗവി. ഓ, എന്താണ് അതിന്റെ പേര്? ഈ രവി. ഇനീഷ്യൽ വേണ്ട. അയ്യോ, ഇനീഷ്യൽ ഇത് മുഴുവൻ പേരാ. ഇരവി, ഇരവിക്കുട്ടമല്ലെന്ന് പറയും. ഞങ്ങളുടെ യൂത്ത് വിങ്ങിന്റെ മണ്ഡൽ സെക്രട്ടറിയാ. അയ്യോ, മണ്ഡലല്ല, മണ്ഡല സെക്രട്ടറിയാ. എന്ത് പേരാണ്ടത്? ഒരുമാതിരി പഴയ പോലീസുകാരുടെ പേരുമാരി. എവിടെ എന്റെ വീട്? തൃശ്ശൂരാ. ഓ, കാര്യങ്ങളൊക്കെ അവിടുന്ന് പറഞ്ഞു തന്നല്ലോ അല്ലേ? ഞാൻ അവിടെ പറയാത്ത കാര്യങ്ങള് ഞാൻ പറഞ്ഞുതരാം. KSRTC ബസ്സിൽ കണ്ടക്ടറൊക്കെ വലിപ്പ ഡ്രൈവർക്കാണ്. അതിപ്പോ നിങ്ങൾ രണ്ടിനും കണ്ടാൽ തന്നെ അറിയാലോ. അതല്ലടാ പവറും. പിന്നെ കാലത്ത് 8 മണിക്ക് ഗവി എന്നുള്ള ആദ്യത്തെ ചാല് തുടങ്ങും. ബസ് പുറപ്പെടാൻ അരമണിക്കൂർ മുമ്പ് കണ്ടക്ടർ അവിടെ ഹാജരാവണം. തിരിച്ചുപോക്കോ? തിരിച്ചുപോക്ക് കാലത്ത് വന്നാ വന്ന് വൈകുന്നേരം പോയാ പോയി. അതെന്താ? എടാ, ചന്തയിൽ കൊണ്ടുവരുന്ന സാധനങ്ങൾ വിറ്റ് പോയില്ലെങ്കിലേ വൈകുന്നേരം പോവാൻ വൈകും. പിന്നെ പോണ വഴിക്ക് മഴയും മൂടമഞ്ഞൊക്കെ ഉണ്ടല്ലോ. ഉരുൾപൊട്ടലോ? ഉരുൾ പൊട്ടാറില്ല, പക്ഷെ ടയർ പൊട്ടാറുണ്ട്. നിന്റെ സമയം ഇപ്പൊ ഏകദേശം ശരിയായി വരുന്നുണ്ട്. അയ്യോ, റേഡിയേറ്ററിൽ വെള്ളം ഒഴിക്കാൻ മറന്നു ഞാൻ. അയ്യോ, ഇപ്പൊ എന്ത് ചെയ്യും? നിങ്ങളോട് നിൽക്കി, ഞാൻ ഒഴിച്ചിട്ട് വരാം.
രാവിലെ സോഡ എടുക്കുന്ന റേഡിയേറ്ററിൽ സോഡയോ? റേഡിയേറ്ററിലേക്കേ വെള്ളം. എന്താ ഈ ചെക്കന്മാര് സോഡ കണ്ടിട്ടില്ലേ? നിനക്ക് തിന്നാൻ കിട്ടിയില്ലേലും ഇതിനൊരു മുട്ടും വരൂല, അത് ഉറപ്പാ. കേട്ടണ കേട്ട് കണ്ട വെള്ളം അടിച്ചോ? അല്ല, വെള്ളം ഒഴിച്ചോ? എഞ്ചിൻ തിളച്ച് മറിയാണ്. ഒരു പെഗ് ഒരു മഗ് ഒഴിച്ചപ്പോ എഞ്ചിൻ ഭയങ്കര സുഖം. നീ സാധനത്തിന്റെ പടിയിൽ പറഞ്ഞിട്ട് വേഷം മാറിയിട്ട് വാ. ഈ കുപ്പിയുടെ കൊടുത്തേക്ക് മര്യാദയ്ക്ക് ഒരു ഫോട്ടോ എടുക്കാൻ പറ്റാതെ ജന്തു. പറഞ്ഞ പോലെ ഞാൻ പോവാൻ നോക്കട്ടെ. നാളെ പാർട്ടി മീറ്റിംഗ് ഉള്ളതാ. നിന്റെ അഭാവത്തിൽ ഞാനാണല്ലോ സെക്രട്ടറി. നിന്റെ കാര്യം ഓർക്കുമ്പോ എനിക്ക് സങ്കടമുണ്ട്. ആ പോയ മുതലിനൊക്കെ സഹിക്കണ്ടേ? നീ ഇതവിടെ കൊടുത്തേക്ക്. ഇതാണോ റൂം? ഈ ക്വാർട്ടേഴ്സ്? ഓ, ക്വാർട്ടറുണ്ട്. ഒരെണ്ണം കൂടെ വാങ്ങുകയാണെങ്കിൽ ക്വാർട്ടേഴ്സ് ആയി. ആക്കിയതാണല്ലേ? ആക്കിയ പോലെയാണ്. അയ്യോ, റേഞ്ച് ഇല്ലേ? റേഞ്ച് മണ്ണാങ്കട്ടയാണ്. അടുത്ത പോക്കറ്റിലിട്ടോ നീ. വല്ല ആനയെ പുലിയൊക്കെ വരും അറിയാം നിനക്ക്. പുലിയാ? പുലി വന്ന എന്തോട്ടാ ചെയ്യാ? നമ്മളൊന്നും ചെയ്യണ്ട, ഒക്കെ പുലി ചെയ്തോളൂ. ഈശ്വര, അമ്മയ്ക്കൊന്ന് ഫോൺ ചെയ്യാൻ ഇനി എന്താ? പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. എന്താ? ഓ, ഇവിടെ പള്ളിയിൽ ഉണ്ടാവില്ല മാത്രമേ ഫോണുള്ളൂ. അത്രയൊക്കെ അത്യാവശ്യമാണെങ്കിൽ പള്ളിയിൽ അച്ഛനോട് പറഞ്ഞാൽ മതി. ഇല്ലേ നാളെ ടൗണിൽ പോയിട്ട് ചെയ്യാം. മദ്യപാനമായിരിക്കും ആണെങ്കിൽ നാളെയൊന്നുമില്ല. വെറുതെ എന്തിനാ ഇങ്ങനെ ഒറ്റയ്ക്ക് കുടിച്ച് നശിക്കുന്നത്? കമ്പനിക്ക് ഒരാളെ കൂടി കൂട്ടിക്കൂടെ? അതിന് ഇവനും കൂടെ താല്പര്യം വേണ്ടേ? നശിക്കാൻ താല്പര്യമുള്ള ഒരാൾ ഇവിടെ ഉണ്ട്. അങ്ങനെ എന്റെ കാശുകൊണ്ട് നീ നശിക്കണ്ട. ഈശ്വര, ഈ മനുഷ്യന്റെ കരളം നശിച്ച് കഴിക്കട നീ. പോകാതെ കാത്തോളേ. ഒടുക്കത്തെ പ്രാക്കാണ്. ഞാനെന്നും പ്രാർത്ഥിക്കാറുണ്ട്. നശിക്കാനാവും. അല്ല, ഇത് നമ്മുടെ പുതിയ കണ്ടക്ടർ അല്ലേ? അതെ. ഞാൻ KPSC ചന്ദ്രൻ, കാമ്പുറം അരവിന്ദ് ചന്ദ്രൻ. നാടകങ്ങളൊക്കെ കാണാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ പിന്നെ നിന്നെ കണ്ടിട്ടാ വഴിയില്ല. സുഖട്ടാ, പ്ലീസ് എക്സ്ക്യൂസ് മീ, ഒരു മിനിറ്റ്. അതായത് വരൂ, വന്നോളൂ, കുഴപ്പമില്ല. എന്താ ഇങ്ങനെയൊക്കെ? അല്ല, മറ്റൊന്നുമല്ല, ഈ നാടകം ഡെവലപ്പ് ചെയ്യുന്നതിനിടയിൽ ജീവിതം ശ്രദ്ധിക്കാൻ പറ്റില്ല. ബൈ ദ ബൈ, ഒരു 100 rupees ഉണ്ടാവും കൊടുക്കാൻ. അല്ല, 50 രൂപ മതി. അല്ല, അത് ഈശ്വരാ, നോക്കട്ടെ. ഈശ്വരാ, ഭഗവാനെ, ഞാൻ പ്രാർത്ഥിക്കാട്ടോ. പ്രാർത്ഥിക്കാം. അങ്ങനെ ഇന്നത്തെ പ്രാർത്ഥന ഫലിച്ചു. ഈശ്വരാ, എന്തൊട്ട് അത് മനുഷ്യന്മാരെ. ഈശ്വര, എത്ര ഉറുപ്പിയുടെ പ്രാർത്ഥനയാണ്? 50 100 50. KPAC 11 KPOC ആണ്. എന്ത് ബോഡിയുണ്ടത്? പുതിയിട്ട് പാടില്ല. അയ്യേ, എന്തൊട്ട് തണുപ്പാ ഇവിടെ. എപ്പോഴും ഇങ്ങനെയാണോ? ഈ മാസം ഭയങ്കര തണുപ്പാണ്. അടുത്ത മാസം വല്ല മാറും. പിന്നെ അങ്ങനെ തണുപ്പോട് തണുപ്പാണ്. -डिग्री സെൽഫിഷ് ആണ്. സെൽഷ്യസ് എന്തായാലും തണുപ്പാണ്. നീ എന്താണ്ടാ നോക്കത്താത്ത കണ്ണു നട്ടിരിക്കണത്? ഹേയ്, ഒന്നുമില്ല. വീട്ടിലെ അമ്മ ഒറ്റയ്ക്കാണെന്ന് ഓർത്തപ്പോ ആദ്യമായിട്ടാണേ. വിഷമിക്കണ്ട നീയേ, കുറെ കഴിയുമ്പോ ശരിയായിക്കോളൂ. സുഖേ, ഇന്ന് ഇത്തിരി നേരത്തെ ഞാൻ കട പൂട്ടി. നമ്മുടെ പണിക്കിരേട്ടൻ്റെ ഇവിടെ കെട്ടുന്നതാ. അവിടെ വരെ ഒന്ന് പോണം. ഇന്നാ നിങ്ങൾക്കുള്ള ചോറ്. ഇതാണല്ലേ പുതിയ കണ്ടക്ടർ. വേണുമാഷ് കടയിൽ വന്നപ്പോ പറഞ്ഞു. എന്താ മോന്റെ പേര്? ഇരവി. ഇത് മോളായിരിക്കും. മോളാണ്, പേരില്ലാത്ത SLC ആണ്. എന്താണ്? അതാണ് നിങ്ങളുടെ കേട്ടുകാരല്ലേ പറഞ്ഞ് പോവാൻ നോക്ക്. ഓ, എന്താണ്ടാ നോക്കണ? വാ നീ. നേരം പുലർച്ച ഇരിക്കടാ. കുറച്ചു നേരം കൂടെ ഉറങ്ങട്ടോ അമ്മ. അമ്മയുടെ പുന്നാരമ്മ കിടക്കണ കിടപ്പ് കണ്ടില്ലേ? എനിക്കറിയേ. വാ. നേരം വെളുത്തില്ലല്ലോ.
നേരം വെളുത്തപ്പന്നെ വെളുക്കിരിക്കാൻ പറ്റില്ല. നാട്ടുകാർ എണീക്കുമ്പോ വരാൻ നോക്ക്. ഇയാൾക്ക് ഇത് പ്രാന്തുണ്ടോ? നേരം വെളുക്കുന്നതിന് മുമ്പ് തണുപ്പത്തും മനുഷ്യനെ. ഏയ് പേടിച്ചിട്ടൊന്നുമല്ല, എല്ലാത്തിനും നേരം കാലക്കില്ലേ. അപ്പൊ എല്ലാരും അറിയിച്ചിട്ട് ഒരു താലി കിട്ടും ഞാൻ. ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് നാള് കുറെ ആയി. എന്താണ് നീ അങ്ങനെ പറയണം? ഡാമി നാളെ വെള്ളം എടുത്ത് വരുമ്പോഴേക്കും നേരം വെളുക്കും. നിങ്ങൾ വന്നൊരു മൂത്തം കൊടുക്കട്ടെ. ഞാൻ അല്ല ഊണ് കഴിക്കണം. എന്താണ് എന്താണ് ചിരിക്കണേ? ഒന്നുമില്ല. ഇത് ഈ കൊച്ചിന്റെ അച്ഛൻ അറിഞ്ഞുള്ള പൂരം ഓർത്ത് ചിരിച്ചതാ ഇഷ്ടാ. എന്റെ അമ്മ എന്നെ കൊണ്ട് വയ്യ. ഒന്ന് പോടച്ചക്ക. ഇന്നലെ വന്ന നീ പറഞ്ഞ വിശ്വസിക്കാണ്. നിന്ന് കളിക്കാണ്ട് ചായ കുടിക്കാൻ നോക്ക്. ഒരു സംശയം. എന്താണ്? അല്ല, ഈ റേഡിയേറ്ററിൽ മദ്യമൊഴിച്ച് വണ്ടി ഓടിക്കുന്നത് ഡിപ്പോയിൽ അറിഞ്ഞാൽ ഡ്രൈവറിന്റെ പണി പോകുമോ? കണ്ടല്ലേ നീ. മോളെ, കൊച്ചിന്റെ അച്ഛൻ വരുന്നത് ഞാൻ പറയട്ടെ പ്ലീസ്. എന്താണ് രണ്ടാളും കൂടി കാലത്തെ നാടകം കളിക്കുന്നത്? ഞങ്ങള് ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ചിരിച്ചോണ്ടിരിക്കാണ്. എന്താണ് മാർഗോട്ടാ, ഇന്ന് ഇച്ചിരി കുറവാ കേട്ടോ. പശുവിന് എന്നാന്നറിയില്ല വേനക്കേട്. നല്ലോണം അങ്ങ് ചൊരത്തുന്നില്ലെന്നേ. ചവിട്ടിക്കാരായിട്ടുണ്ടാവും. കണ്ടക്ടർക്ക് ഞങ്ങളുടെ നാടകം ഇഷ്ടമായോ? അതിന് ഇന്നലെ ഇങ്ങനെ വന്നല്ലേ ഉള്ളൂ അല്ലേ കണ്ടക്ടറെ? ഇനി ഇവിടുന്ന ശരിയാന്ന് തോന്നുന്നില്ല. ശരി മാർഗോട്ടാ. നീ ഇതെന്താണ് എന്റെ പിന്നാലെ നടക്കുന്നത്? ഏതെങ്കിലും മുക്കിൽ വിട്ട് കാര്യം നടത്താൻ നോക്ക്. കാര്യോ? എന്തൊട്ട് കാര്യം? കല്യാണ കാര്യം. അതിനാണല്ലോ പുറത്തേക്ക് ഇവിടെ വന്ന്. അവിടെ എവിടെയെങ്കിലും പോയിട്ട് വെളിക്കിരിക്കാൻ നോക്ക്. അപ്പൊ ബാത്റൂം? തേങ്ങാക്കൊലകൾ ഇതൊക്കെ തന്നെയാണ് ബാത്റൂം. എന്താണ് വെള്ളമോ? ദാ കിടക്കുന്നു ഡാം. അങ്ങനെ തന്നെ പോരെ നിനക്ക്. അച്ഛാ, എന്താണ് പെട്ടെന്നൊരു ഹിന്ദി? ഞാൻ എന്റെ അച്ഛനൊന്ന് വിളിച്ചതാണ്. അച്ഛനമ്മയെ വിളിച്ചോണ്ട് നേരം വെളുക്കും. അവരെവിടെ പോയി ഇരിക്കാൻ നോക്ക്. എവിടെ എന്റെ തോളത്തിരിക്കും. ഇത് എന്ത് കൊട്ടാണത്? പിന്നെ എന്താണ് ആദ്യം വിളിക്കിരിക്കാൻ പോവാണ്. അങ്ങോട്ട് മാറിയില്ല. ഞാനിങ്ങനെ വെറുതെ ഇതുവഴി പോയപ്പോ അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കണ്ടിട്ടുണ്ടാവോ? ഏയ്, ഒരു ദിവസം വൈറ്റ് ചെയ്യുന്ന പോലെ നേരത്തെ ഒന്നും സംഭവിക്കാൻ പോണില്ല. ഈശ്വര, ഒന്നും സംഭവിക്കാതിരുന്നാൽ മതിയായിരുന്നു. ഈ വെള്ളത്തിനൊരു ലേസ് വെച്ചിട്ടുണ്ടോ? ഹലോ, ഗുഡ് മോർണിംഗ്. എന്താണ്ടാ ഇതേതാ പുതിയ വിത്ത്? പുതിയ കണ്ടക്ടറാണ്. എന്താടാ ഭദ്ര വെളുപ്പംകാലത്ത് ഡാമില്? ഇന്നലെ ഇട്ട് വെച്ചതാ. രണ്ടുമൂന്നെണ്ണം കൊളുത്തി. പേടിക്കണ്ട, ഈ ഒച്ചപ്പാടും ബേളൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. ആളൊരു പാവാ. ഒരാള് പെട്ടെന്ന് വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി വന്നപ്പോ ഈ ഡാമും പരിസരവും ഒക്കെ അവന് സ്വന്തം വീട് പോലെയാ. അവന്റെ അച്ഛൻ ഈ ഡാമിന്റെ ഓപ്പറേറ്റർ ആയിരുന്നു. അയാൾ ഈ ഡാമിൽ ചാടി ചത്തത് പിന്നെ ഇവനാണ് ഈ ഡാമിന്റെ എല്ലാം മേൽനോട്ടക്കാരൻ. മാഷ് എന്താണ് കാലത്ത് തന്നെ? പറമ്പിൽ കുറച്ച് ദിവസമായിട്ട് കാട്ടുപന്നികളുടെ ശല്യം. ഏലത്തിന്റെ ചോട് മുഴുവൻ കുത്തിയിളക്കി ഇട്ടിരിക്കുക. അതൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി ഇറങ്ങിയതാ. ഓ, കണ്ടക്ടർക്ക് തണുപ്പത്ര ശീലയില്ലെന്ന് തോന്നുന്നു. ഇതൊക്കെ എന്ത് തണുപ്പ്? എന്നോടാ കളി? ഞാൻ ഇന്ന് തന്നെ തണുത്ത് മരിക്കും. ആദ്യമായിട്ടാണ്. ഈ കൊലേ കൂടെ ഭദ്ര നന്നായിട്ട് കെട്ടിക്കോ നീയേ. ഇല്ലി ചോരിറങ്ങുമ്പോ കൊക്കയിലെല്ലാം കൂടെ പൊസ്കനെ പോകും. ഞാൻ പറഞ്ഞില്ല. വേഗം വെച്ച് കെട്ടണേ. ഒരു പണിയില്ലേ തൊള്ളവർക്ക് അവിടെ കാണുമ്പോ ഇരിക്കേ. ആ, അത് ഞാൻ. നീ ഇങ്ങനെ നാടകം എന്ന് പറഞ്ഞ നടക്കണ്ട. എന്തെങ്കിലും പണിക്ക് പോകാൻ നോക്ക്. ആഗ്രഹം ഇല്ലാണ്ടല്ല സുഖേട്ടാ, എനിക്ക് വേർപ്പിന്റെ അസുഖമുണ്ട്. എന്തെങ്കിലും ഒരു പണിയെടുത്ത അപ്പം വേർക്കും. എന്തായാലും നീ കല്യാണം കഴിക്കാൻ നന്നായി. ഈ നാട്ടുകാർ വേർത്തേനെ ഒറ്റ അടിയാണ് തരുന്നത്. കല്യാണം കഴിച്ച അങ്ങനെ നോക്കണം. ആ ഭരണി പാട്ടിനുള്ള സമയം. എല്ലാരും ചെവിയിൽ വരല്ലോ വെച്ചോ. ചെവിയിൽ മാത്രമല്ലടാ നിന്റെ ചാൻ. പിന്നല്ലാതെ ഈശ്വര,
ഈ വെളിവില്ലാത്തവനായിരുന്നോ? അതാ വന്നു നിന്റെ മാതിരി വേർപ്പിന്റെ അസുഖമുള്ള ആൾ. പൂർത്തിയായി. ഈ പീതാംബരം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോ ഈ ഒരുത്തന്റെ അധ്വാനം കൊണ്ട് കൊണ്ടുവന്നതാണ് ഈ ബസ്. ബസ് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയതോ വെറും 6 ഓട്ട്. അതിൽ 5 ഓട്ടും അസാധുവാ. നിന്റെ വീട്ടിലൊരു അസാധുരിപ്പുണ്ടല്ലോ, അയാളോട് പറയണം. എനിക്ക് വോട്ട് ചെയ്യാത്ത ഒരൊറ്റ നായിന്റെ അമ്മമാരും ഈ ബസ്സേ കയറി ഞെളിഞ്ഞിരിക്കാമെന്ന് നോക്കണ്ട. രാവിലെ തന്നെ കിട്ടി. KSRTC അപ്പന്റെ വകയാണ്. പുതുതായി വന്ന കണ്ടക്ടർ നാരമോനോടും പറഞ്ഞേക്ക് കളി പീതാംബരനോട് വേണ്ടെന്ന്. ഓ അല്ല, രണ്ടാളും കൂടി ഇതെങ്ങോട്ടാ? ദേ ഇങ്ങോട്ട് കയറിക്കോ. നമ്മുടെ വണ്ടിയിൽ തോണ്ടലും തലോടലും ഇല്ലാഞ്ഞിട്ടാണെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് അറേഞ്ച് ചെയ്യാം. ഒന്ന് പോടാ. കാലത്ത് തന്നെ ഇറങ്ങിക്കോളൂ. ഇവന് വേറെ പണിയൊന്നുമില്ല. ടൗണിലേക്കാണെങ്കിൽ താനീ വണ്ടി കയറിക്കോ. ആ പാട്ട വണ്ടി എത്തുന്നതിന് മുമ്പ് ഇതെത്തും. എനിക്ക് സെമിത്തേരിയിലേക്കല്ല പോണ്ടത്, ടൗണിലേക്കാ. താനൊന്ന് പോണതൊന്ന് കാണണല്ലോ. ഏത് വണ്ടി കയറണം ഞാൻ തീരുമാനിച്ചോളാം. എന്നെ വിടു സഭാഷ്യ. അവൻ രാവിലെ തന്നെ തുടങ്ങി വെച്ചു സുഖേട്ടാ. ഇവൻ എന്തായി കാണിക്കണേ? അങ്ങോട്ടൊന്നും പോണ്ട നീ. അവന്റെ കയ്യിൽ നിന്ന് കിട്ടിയ 4 മാസം തൂക്കമാട്ടെ. പാട്ട് കേട്ടില്ലേ നീ? എന്നാലും അതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. ഒന്ന് പിടിച്ചേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. നീ ആരെ? ദൈവത്തിനെ അല്ലാണ്ട് ആരെയാണ്? ഈശ്വര. സുഖേട്ടൻ എന്തെങ്കിലും ഇവിടെ നടക്കും. എന്റെ പൊന്നു കൂട്ടുകാരാ, എന്തിനാ വെറുതെ ഒരു കശപിശ? അയ്യേ, ഇതിനാണ് ബാഗ് നിന്ന് പോയത്. നമ്മളൊക്കെ വണ്ടിക്കാരല്ലേ, ഈ പാവത്തിന് അങ്ങോട്ട് വിട്ടു. ഇയാൾ ഈ വണ്ടി കയറണ്ട. വീട് സഭാസ്റ്റ ഒന്നുമില്ലെങ്കിലും നിന്റെ അപ്പന്റെ പ്രായമുള്ള ആളല്ലേ. ഒന്നെണീറ്റ് പോണേ. രാവിലെ തുടങ്ങിയല്ലോ. എന്താടോ സഭാഷ്യ കാലത്തെ തന്നെ ഒരു കശപിച്ച? എല്ലാരും പിരിഞ്ഞു പോണം. എന്നാ നമുക്ക് പുറപ്പെടല്ലേ? താൻ വണ്ടി എടുക്കടോ. പുതിയ ആളാണല്ലേ? അതെ. ആ ടിക്കറ്റ് ഞാൻ എടുക്കാനുള്ള ഈ ടിക്കറ്റ് സൂക്ഷിച്ചു രവിചേട്ടാ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പൊ പോണത് പോലെ തന്നെ തിരികെയും വന്ന സ്തുതിയായിരിക്കട്ടെ. എന്താ പോവല്ലേ?